ചരിത്ര വിജയം നേടിയെടുത്തിരിക്കുകയാണ് ഇപ്പോൾ ABVP. പട്ന യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് യൂണിയൻ്റെ 100 വർഷത്തെ ചരിത്രത്തിൽ ABVP സ്ഥാനാർത്ഥി മൈഥിലി മൃണാലിനി അതിൻ്റെ ആദ്യ വനിതാ പ്രസിഡൻ്റായി ഇപ്പോൾ ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. ശനിയാഴ്ച നടന്ന വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ കടുത്ത മത്സരം നടന്നിരുന്നു. വോട്ടെണ്ണൽ രാത്രി വൈകിയും തുടർന്നു. പ്രശാന്ത് കിഷോറിൻ്റെ നേതൃത്വത്തിലുള്ള ജൻ സുരാജ് പാർട്ടി നാഷണൽ സ്റ്റുഡൻസ് യൂണിയൻ ഓഫ് ഇന്ത്യ NSUI സ്ഥാനാർത്ഥിയായിട്ടുള്ള മനോരഞ്ജൻ കുമാറിന് അനുകൂലമായി നോമിനേഷൻ പിൻവലിച്ചെങ്കിലും മൃണാലിനി സുഖകരമായ വിജയം നേടുകയായിരുന്നു അവിടെ. ഇതിൽ രസകരമെന്ന് പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് വിജയിച്ച 3 സ്ഥാനാർത്ഥികളും മൃണാലിനി, സലോണി രാജ്, സൗമ്യ ശ്രീവാസ്തവ പട്ന വനിതാ കോളേജിലെ വിദ്യാർത്ഥികളാണ്. ജനാധിപത്യത്തിന് ഒരു വിജയം എന്നുള്ള തരത്തിലാണ് ഈ വിജയത്തെ കൂട്ടിച്ചേർത്തത്. അതായത് ചരിത്രപരമായ വിജയത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച മൃണാലിനി തൻ്റെ വിജയത്തെ പണത്തിനും പേശീബലത്തിനും മേലുള്ള ജനാധിപത്യത്തിൻ്റെ വിജയമാണെന്ന് വിശേഷിപ്പിച്ചു. ഒരു ദശാബ്ദത്തിനിടെ PUSU പ്രസിഡന്റ് സ്ഥാനം അവകാശപ്പെടുന്ന ആദ്യത്തെ ABVP സ്ഥാനാർത്ഥി കൂടിയാണ് അവർ. എൻ്റെ മുൻഗണന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ലൈബ്രറികളിലും ലബോറട്ടറികളിലും സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനൊപ്പം അക്കാദമിക് മികവ് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു അന്തരീക്ഷം വളർത്തിയെടുക്കുക എന്നതായിരിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു. എന്തായാലും ഈ ഒരു വിജയം അത് തീർച്ചയായിട്ടും ചരിത്രപരമായിട്ടുള്ളൊരു വിജയം തന്നെയാണ്. അത് മാത്രമല്ല ആദ്യമായിട്ട് ഒരു വനിതാ പ്രസിഡൻ്റായിട്ട് ABVPയിൽ നിന്നും ഒരാളെ അവിടെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ. അതുമാത്രമല്ല ഇതിലിപ്പോൾ കോൺഗ്രസിൻ്റെ പിന്തുണയുള്ള നാഷണൽ സ്റ്റുഡൻസ് യൂണിയൻ ഓഫ് ഇന്ത്യ NSUI പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്തേക്ക് എത്തുകയാണ് ചെയ്തിട്ടുള്ളത്.